സജ്ജനങ്ങളെ, ശിവദർശനം ലഭിക്കുവാൻ എന്ത് മന്ത്രം ജപിക്കണം, എന്ത് ചെയ്യണം? നിഷ്കളങ്കമായൊരു ചോദ്യമായി തോന്നാം ഈ കലികാലത്ത്. ദേവദേവൻ്റെ ദർശനം അത്ര എളുപ്പമാണോ? നമ്മൾ ഗൃഹസ്ഥന്മാർക്ക് അഘോരിയോ നാഗസന്യാസിയോ ആകാൻ കഴിയില്ല. ഒരു കൊച്ചുകുട്ടി കളിപ്പാട്ടത്തിന് വാശി പിടിക്കുന്നത് പോലെ എനിക്ക് ഭഗവാൻ ശിവനെ കാണണമെന്ന ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകാം. ചെറിയ പ്രയത്നം കൊണ്ട് പ്രസാദിക്കുന്ന ദൈവമാണ് മഹാദേവൻ. നിങ്ങൾ ഭഗവാന് സ്വർണമോ വെള്ളിയോ നൽകേണ്ടതില്ല. മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ കൂവളത്തിലയും പഞ്ചാമൃതവും സമർപ്പിച്ചാൽ മതി. ശിവൻ ഭോലോനാഥ്, നിരപരാധിയായ ദൈവം എന്നാണ് അർത്ഥം. എന്നിട്ടും നിങ്ങൾക്ക് ശിവൻ്റെ ദർശനം ലഭിക്കണമെങ്കിൽ ഓം നമഃ ശിവായ ജപിക്കണം. ഇത് വെറുമൊരു മന്ത്രമെന്ന് തോന്നാമെങ്കിലും ഇതിന് നിങ്ങളുടെ ഭാവനയ്ക്ക് അതീതമായൊരു അർത്ഥമുണ്ട്. അത് ശാശ്വതമാണ്, അത് ശുദ്ധമാണ്, അതിരുകളില്ലാത്തതാണ്, അതിന് പരിമിതികളില്ല. അതിൻ്റെ പ്രാധാന്യം പ്രപഞ്ചത്തിൻ്റെ അവസാനം വരെയാണ്. ഓം എന്ന ശബ്ദത്തിൽ നിന്നോ പ്രകമ്പനങ്ങളിൽ നിന്നോ ആണ് പ്രപഞ്ചം ഉത്ഭവിച്ചത് എന്ന് വൈദിക സംസ്കാരത്തിലും ശാസ്ത്രത്തിലും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നിലനിന്നിരുന്നൊരു ശബ്ദമായിരുന്നു അത്. ശൂന്യമായ സ്ഥലത്ത് ചില സ്പന്ദനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഓം എന്ന ശബ്ദം പുറപ്പെടുവിക്കുകയും ഈ മനോഹരമായ പ്രപഞ്ചം രൂപപ്പെടുകയും ചെയ്തു. ഓം നമഃ ശിവായ എന്നതിൻ്റെ അക്ഷരാർത്ഥം ശിവനുള്ള വന്ദനം എന്നാണ്. ഇവിടെ ഓം എന്നാൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്കും കാരണമായ ശബ്ദം എന്നാണ് അർത്ഥമാക്കുന്നത്. നമ എന്നത് വില്ലിനെ പ്രതിനിധീകരിക്കുന്നു, ശിവഭഗവാനെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരികതയെപ്പോലും പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ഓം നമഃ ശിവായ 5 ഘടകങ്ങളെ പ്രീതികപ്പെടുത്തുന്ന 5 ശബ്ദങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഇവയാണ്: ന എന്നാൽ ഭൂമി, മ എന്നാൽ വെള്ളം, ശി എന്നാൽ തീ, വാ എന്നാൽ വായു, യാ എന്നാൽ ആകാശം. ദർശനം പൂർത്തീകരിക്കുന്നതിന് പ്രധാനപ്പെട്ടതായി കരുതപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടി. ക്ഷേത്ര ദർശനത്തിന് മുമ്പ് കുളിക്കുന്നത് ഉത്തമമാണ്. ശുദ്ധമായ ഹൃദയത്തോടെ ക്ഷേത്രത്തെ സമീപിക്കുക. വിഗ്രഹം ദർശിക്കുന്നതിൽ കവിഞ്ഞ് ഭഗവത് അനുഗ്രഹം തേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പഴങ്ങൾ, പൂക്കൾ അല്ലെങ്കിൽ വെള്ളം പോലുള്ള ലളിതമായ വഴിപാടുകൾ കൊണ്ടുപോകുന്നത് ആദരവ് കാണിക്കുന്നു. ഓർക്കുക, നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ, ശിവദർശനം തേടുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാ രൂപങ്ങളെയും സ്നേഹിക്കണം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ മഹാദേവനെ അനുഭവിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകരുത്. നിങ്ങൾ ഈ മന്ത്രം ഓം നമഃ ശിവായ ശരിയായ സമർപ്പണത്തോടും ഭക്തിയോടും കൂടി ജപിക്കണം. അതോടൊപ്പം ശിവരൂപത്തെ ധ്യാനിക്കണം. സമയപരിധി അറിയില്ല. ചിലർക്ക് കുറച്ചു കാലത്തിനുള്ളിൽ, മറ്റു ചിലർക്ക് കുറേ കാലം കഴിയുമ്പോൾ, ചിലർക്ക് ഒരുപക്ഷെ നാരദനെപ്പോലെ അടുത്ത ജന്മത്തിലെങ്കിലും. കാരുണ്യവാരിതേ ഹസ്തേ മാ ഫലേഷു കഥാചന, അതായത് പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. ഈ കലികാലത്ത് അരയിൽ കടുവത്തോൽ ധരിച്ച് കണ്ടത്തിൽ സർപ്പങ്ങളും ജടപിടിച്ച മുടിയിൽ ചന്ദ്രക്കലയും ശൂലപാണിയുമായി പരമശിവൻ നിങ്ങൾക്ക് ദർശനം നൽകുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ധ്യാനരൂപത്തിൽ ഭഗവാൻ സ്വപ്ന ദർശനം നൽകിയേക്കാം. ഒരു സർപ്പമായ പട്ടിയായോ വഴിപോക്കനായോ ടാക്സി ഡ്രൈവറായോ നിങ്ങൾ ഭഗവാനെ കണ്ടേക്കാം. തന്നെ ഭജിക്കുന്ന ഭക്തരെ മഹാദേവൻ കൈവിടിയുകയില്ല. ശിവപ്രീതിക്കായി പാർവതി തപസ് ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ സുന്ദരമായ എല്ലാ വസ്തുക്കളുടെയും സമഗ്രതയാണ് പാർവതി രൂപം, സൗന്ദര്യത്തിൻ്റെ അനുപമ രൂപം. ഭൂമിയിലുള്ള എല്ലാ സൗന്ദര്യത്തെയും ഒരിടത്ത് കാണാനാണത്രേ ബ്രഹ്മാവ് പാർവതിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും തപസ് ചെയ്തുകൊണ്ടിരുന്ന ശിവൻ്റെ മനസ്സൊരു നിമിഷം മാത്രം ഒന്ന് വ്യതിചലിപ്പിക്കാനോ ആ സൗന്ദര്യ രൂപത്തിന് സാധിച്ചുള്ളൂ. ഉമയുടെ മുഖത്ത് തൻ്റെ കണ്ണുകളുടക്കി മനസ്സ് പതറുന്നത് തിരിച്ചറിഞ്ഞ ശിവൻ ഉടൻ സ്വയം നിയന്ത്രിച്ചു. കാമദേവനെ ഭസ്മമാക്കി. തൻ്റെ കൺമുന്നിൽ വെച്ച് കാമദേവൻ കത്തിച്ചാമ്പലാകുന്നത് കണ്ട പാർവതി സ്വന്തം രൂപസൗന്ദര്യത്തിൽ ഭഗവാൻ മയങ്ങുമെന്ന ആശ കൈവെടിഞ്ഞുകൊണ്ട് തപസ്സുകൊണ്ട് ശിവനെ തൃപ്തിപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു. ഭഗവാൻ മഹാദേവനെ ലഭിക്കുവാൻ രൂപസൗന്ദര്യം മാത്രം പോരെന്ന് പാർവതി ദേവി തിരിച്ചറിഞ്ഞു. മനസ്സിൻ്റെ പക്വത കൂടിയാണ് പ്രണയത്തിൻ്റെ പരിപൂർണത. അത്രയും ഉത്തമനായ ഭർത്താവിനെയും പരിപാവനവും ഉദാത്തവും പൂർണ്ണതയുള്ളതുമായ പ്രണയത്തെയും നേടുക, അതായിരുന്നു ദേവി പാർവതി ദേവിയുടെ ലക്ഷ്യം. അതിനുള്ള ഉപായമായിരുന്നു തപസ്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ പിന്തുടരാൻ മറക്കില്ലല്ലോ.